ഒരു കാട്ടിൽ ഒരു മാനും അവന്റെ ഭാര്യയും താമസിച്ചിരുന്നു. കാട്ടിലെ ഒരു ഗുഹയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. രണ്ടുപേരും ദിവസവും രാവിലെ ഒരുമിച്ച് കാട്ടിലെ മൈതാനത്തിൽ പുല്ലുമേയാൻ പോകും. വയറു നിറയെ ഭക്ഷിച്ച് അവർ തിരിച്ചു വരും. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പെൺമാൻ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അവർ സന്തോഷത്തോടെ ചാടിക്കളിച്ചു. കുഞ്ഞുങ്ങൾക്ക് ആഹാരവും വെള്ളവും എല്ലാം നൽകി. തൻ്റെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടെ അവർ വളർത്തി. മാൻ കുഞ്ഞുങ്ങളെ കാണാൻ കാട്ടിലെ മൃഗങ്ങൾ ഗുഹയിൽ വന്നു. അങ്ങനെ മാനുകൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ വിവരം കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ ചെവിയിലെത്തി. സിംഹം തന്റെ മന്ത്രിയായ പുലിയെ വിളിപ്പിച്ചു. കാട്ടിലെ മാനുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ പോവുക. അവരോട് കുഞ്ഞുങ്ങളെ കൊണ്ട് രാവിലെ ഇങ്ങോട്ട് വരാൻ പറയണം. എനിക്ക് നാളെ രാവിലത്തെ പ്രഭാത ഭക്ഷണം മാൻ കുഞ്ഞുങ്ങളായിരിക്കണം. പുലി മാനിന്റെ ഗുഹയിലേക്ക് പുറപ്പെട്ടു. തങ്ങളുടെ ഗുഹയിലെത്തിയ പുലിയെ കണ്ട് മാനുകൾക്ക് ഭയമായി. പുലി താൻ വന്ന കാര്യം മാനുകളോട് പറഞ്ഞു. ഞാൻ സിംഹരാജൻ പറഞ്ഞിട്ടാണ് വരുന്നത്. സിംഹരാജന് രാവിലെ ഭക്ഷിക്കാൻ മാൻ കുഞ്ഞുങ്ങളെ വേണം. അതിനാൽ രാവിലെ തന്നെ കുഞ്ഞുങ്ങളെയും കൂട്ടി അവിടെ എത്തുക. അല്ലാത്ത പക്ഷം നിങ്ങളെ എല്ലാവരെയും കൊന്നു തിന്നുന്നതായിരിക്കും. അങ്ങനെ താൻ വന്ന വിവരം മാനുകളെ അറിയിച്ചു പുലി തിരിച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമത്തോടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ കാട്ടിലെ വൈദ്യനായ കുറുക്കൻ മാൻ കുഞ്ഞുങ്ങളെ കാണാനായി ഗുഹയിലെത്തി. വിഷമിച്ചിരിക്കുന്ന മാനുകളെ കണ്ട് കുറുക്കൻ കാര്യം അന്വേഷിച്ചു. നടന്ന കാര്യങ്ങളെല്ലാം അവർ കുറുക്കനോട് പറഞ്ഞു. സൂത്രശാലിയും ബുദ്ധിമാനുമായ കുറുക്കന് അവിടെ വിഷമം കണ്ട് വല്ലാതെ സങ്കടം തോന്നി. കുറുക്കൻ അവരെ ആശ്വസിപ്പിച്ചു. കുറുക്കൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ മാൻ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്നായിരുന്നു കുറുക്കന്റെ ആലോചന. എന്തൊക്കെയുണ്ട് വൈദ്യരെ കാട്ടിലെ വിശേഷങ്ങൾ? രാജാവേ, മാനുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടിട്ട് വരികയാണ്. അവർക്ക് ഒരു മഹാരോഗം പിടിപെട്ടിരിക്കുന്നു. അവർക്കുള്ള മരുന്നുകൾ കൊണ്ടുപോയതാണ് ഞാൻ. അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഈ രോഗം വന്നാൽ മരണം ഉറപ്പാണ്. ആരെ കൊണ്ടും അവരെ രക്ഷിക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത് നിൽക്കുന്നത് പോലും അപകടകരമാണ്. രോഗം പകരാൻ സാധ്യതയുണ്ട്. എന്ത് സത്യമാണോ പറയുന്നത്? നിങ്ങളിപ്പോൾ വന്നത് വളരെ നന്നായി. ഞാൻ മാനുകളോടും കുഞ്ഞുങ്ങളോടും നാളെ രാവിലെ ഇവിടെ വരാൻ പറഞ്ഞിരുന്നതാണ്. അതെ, രാജന് സത്യമാണ്. അസുഖം പകർന്നാൽ മരണമുറപ്പാട്. അടുത്ത ദിവസം മാനുകൾ തന്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് നടന്നു. അവർ ഗുഹയ്ക്ക് മുന്നിലെത്തി. 2 കരടികൾ ഗുഹയുടെ അപ്പുറത്തും ഇപ്പുറത്തും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. മാനുകൾ കരടികളോട് തങ്ങൾക്ക് സിംഹരാജാവിനെ കാണുന്നുമെന്ന് പറഞ്ഞു. ഒരു കരടി ഗുഹയ്ക്ക് ഉള്ളിലിരിക്കുന്ന സിംഹത്തിനോട് മാൻ തന്റെ കുഞ്ഞുങ്ങളുമായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വിവരം കേട്ട സിംഹം ഞെട്ടിവിറച്ചു. അരുത്, അവരെ ഇങ്ങോട്ട് കടത്തിവിടരുത്. എത്രയും പെട്ടെന്ന് അവരോട് ഇവിടം വിട്ടു പോകാൻ പറയുക. അങ്ങനെ മാനുകളും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ഗുഹയിലേക്ക് മടങ്ങി. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സിംഹം തങ്ങളെ എന്തുകൊണ്ടാ വെറുതെ വിട്ടുനിന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ കുറുക്കൻ വൈദ്യരെ കണ്ടു നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ആ ഗുഹയിൽ ജീവിച്ചു വന്നു.